ാണ് വീണത്. പക്ഷെ അതിന്റെ ഇത് കണ്ടിട്ട് തട്ടിയിട്ട് മറ്റേ തെന്നി വീണെന്നുള്ളതാണ് സംശയം തോന്നുന്നത് കണ്ടിട്ട്. സാധാരണ ലോഞ്ചിങ് കൺട്രി എന്ന് പറയുന്ന വലിയ കണ്ണി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ പുള്ളി അനക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. തീർച്ചയായും രാവിലെ 2:30 മണിക്കാണ് ഇത് സംഭവിക്കുന്നത്. ശബ്ദം കേട്ട പുറത്തിറങ്ങി വന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് വശത്തിൽ 2 വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. അതിനെന്താ ആക്സിഡന്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ പുറത്തിറങ്ങി വന്നത്. അപ്പോൾ വന്നപ്പോഴാണ് ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു വണ്ടിയുടെ മേളിൽ ഗർഡറിരിക്കുന്നത് കണ്ടത്. ഓടുന്ന സമയത്ത് വേറെ ആരും ഉണ്ടല്ലോ, റോഡ് പണിക്കാരെല്ലാവരും ഇവിടുന്ന് ആ സമയത്ത് മാറിയതായിട്ടാണ് ശ്രദ്ധയപ്പെട്ടത്. ഞാനും പിന്നെ വേറെ 2-3 ആൾക്കാർ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ വണ്ടികളൊക്കെ ബ്ലോക്കായി. KSRTC വണ്ടിയുടെ ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങി വന്നായിരുന്നു. അവരൊന്ന് നോക്കിയപ്പോഴേക്കാണ് സംഭവം. ചെന്ന് നോക്കിയപ്പോൾ ആളകത്ത് ചെറിയ അനക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2.5-3 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആളിവിടെ നടക്കാൻ സാധിച്ചിട്ട്. അതിന് ഭയങ്കര ഒരു താമസമായിരിക്കും വന്നത്. ക്രെയിന് കാര്യങ്ങളെല്ലാം ഉണ്ട്. പോലീസും പിന്നെ ഫയർഫോഴ്സും എല്ലാം ഈ പറഞ്ഞ ഒരു 3/4 മണിക്കൂർ ഗ്യാപ്പിലെത്തി. പക്ഷെ ആർക്കും നോക്കിയേക്കാനല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എല്ലാവരും നിസ്സാരമായിട്ട് നോക്കിയേക്കേണ്ടി വന്നു. ഇതെടുത്ത് മാറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 3 മണിക്കൂറോളം ആ വ്യക്തി അതിൻ്റെ അകത്ത് പെട്ടുപോയി. ഒന്നും ചെയ്യാൻ പറ്റുന്ന പോലീസിനോ ഫയർഫോഴ്സിനോ ഒന്നും സഹായിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. ഒരു 3 മണിക്കൂറോളം ആ വ്യക്തി അതിൻ്റെ അകത്ത് ഇരിക്കണമെന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായിപ്പോയി. കാരണം അത്രയും വലിയൊരു ബുദ്ധിമുട്ടിലായിപ്പോയി ഞങ്ങളെല്ലാവരും. കാരണം ഞാനൊരു 3 കാലമായപ്പോൾ തന്നെ ഞാനിവിടെ എത്തിയ. ഞാൻ വരുമ്പോൾ ഇദ്ദേഹവും ഞാനും പോലീസുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജനങ്ങൾക്ക് പോലും ആ സമയത്ത് ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ തന്നെ സ്റ്റക്കായിപ്പോയി.